ഹൗ ടു ഫൈൻഡ് എ തെറപ്പിസ്റ്റ് ഇൻ ഇന്ത്യ. എങ്ങനെയാണ് നമ്മളെ നാട്ടിൽ ഒരു പ്രോപ്പർ തെറപ്പിസ്റ്റിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഭയങ്കര തമാശക്ക് പറയുന്ന ഒരു കാര്യമാണ്. ഒരു നല്ല പാർട്ട്ണറിനെ കണ്ടെത്തുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു തെറപ്പിസ്റ്റിനെ കണ്ടെത്തുക എന്നുള്ളത്. കാരണം ആളുടെ അടുത്താണ് നമ്മൾ ഹോപ്പ്ഫുൾ ഇത്രയും കാലം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് പൂർണ്ണമായി മനസ്സിലാക്കാനും അംഗീകരിക്കാനും അത് ഹെൽപ്പ് ചെയ്യാനും പറ്റുന്ന ഒരാളടുത്തായിരിക്കണം നമ്മൾ എത്തിപ്പെടേണ്ടത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ പണ്ട് ട്രിവാൻഡ്രത്താണ് ഒരു നല്ല തെറപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും ട്രാവൽ ചെയ്തിട്ട് അവിടം വരെ പോകണം, കാസർഗോഡുള്ള ഒരാളാണെങ്കിൽ. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നതുകൊണ്ട് എവിടെയാണോ ബെസ്റ്റ് തെറപ്പിസ്റ്റ് ഉള്ളവർ നമുക്ക് ഏത് സമയത്തും ഏത് സ്ഥലത്തും ഇരുന്നുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു തെറപ്പിസ്റ്റിനെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഏത് ഏരിയയിലുള്ള ഒരാളെയാണ് ഞാൻ കാണേണ്ടത്, എൻ്റെ ഇഷ്യൂ എന്താണ് എന്നുള്ളത്. പാരൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണോ, ഇല്ലെങ്കിൽ ട്രോമ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണോ, നിങ്ങളുടെ സെക്ഷുവാലിറ്റിയും ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നമാണോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണോ. അപ്പം ഇങ്ങനെയുള്ള ഓരോ ഏരിയസിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇന്ന് ഓൺലൈനുകളിലും മറ്റും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കുക. അതായത് ആദ്യം നിങ്ങൾക്ക് ഏത് ഏരിയ ആണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക, അതിൻ്റെ സ്പെഷ്യലൈസേഷൻ കണ്ടെത്തുക. പിന്നെ ഓൺലൈനാണോ ഓഫ്ലൈനാണോ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ. ചില ആൾക്കാർക്ക് ഓൺലൈനിൽ അവരുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് കഴിഞ്ഞാലാണ് സമാധാനം ഉണ്ടാവുക. അപ്പോൾ ഓൺലൈനാണോ ഓഫ്ലൈനാണോ, ഇപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ ഓൺലൈനാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണെന്നുള്ളത് നോക്കുക. ആൻഡ് അതേപോലെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ നാടൻ ഭാഷയിൽ സംസാരിക്കാനാണ് താല്പര്യമെങ്കിൽ ആ വേർണക്കുലർ ലാംഗ്വേജിൽ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ നോക്കുക. റൈദർ ദാൻ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇല്ലെങ്കിൽ മറ്റ് ഭാഷയിലുള്ള തെറപ്പിസ്റ്റിനെക്കാളും അതായിരിക്കും കുറച്ചും കൂടി റിസൾട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക.